എന്റെ വയറ് ഫുള്ളായി. അതെ അതെ, എന്റെ വയറും. നിങ്ങളൊന്നും കഴിച്ചതേ ഇല്ലല്ലോ. അയ്യോ, ഇനി ഞാൻ കഴിച്ചാൽ വയറ് പൊട്ടിപ്പോവും. ഞാൻ ഈ പ്ലേറ്റ് വെച്ചിട്ട് വരാം. നിനക്ക് നമ്മുടെ കോളേജ് ഡേയ്സ് ഒക്കെ ഓർമ്മയുണ്ടോ? ആ നന്ദൂന് ഓർമ്മയുണ്ടോ? നീ ചുമ്മാ തമാശക്കൊന്ന് പുകഴ്ത്തിയതാ. നീ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വിചാരിച്ചിട്ട് ധൈര്യമായിട്ട് സ്റ്റേജിൽ പോയവൻ മിണ്ടാതൊക്കെ നിന്ന് കളഞ്ഞു. ആ സമയത്തൊക്കെ നീ എന്തോരം തമാശയാണെന്ന് അറിയാവോ? കോമഡിയൊക്കെ ചെയ്യാറുണ്ട്, പക്ഷെ സത്യം പറയട്ടെ, ഏട്ടത്തി അങ്ങനെ വെറുതെ പുകഴ്ത്താറൊന്നുമില്ല. ഇവിടുത്തെ ഫുഡാണെങ്കിൽ അടിപൊളിയാണ്. ചേച്ചി ഉണ്ടാക്കിയ ഫുഡ് അടിപൊളിയായിട്ടുണ്ട്. മാജിക്കുള്ള കൈകളാണ് കേട്ടാ, സത്യം ഞാൻ പറയുന്നത്. അത് മാത്രമല്ല, വീട്ടിലുള്ള എല്ലാ ജോലിയും ചെയ്യുന്നില്ലേ, എല്ലാ കഴിവുകളും ഉണ്ട്. അടിപൊളിയാ. ആരുടെ ഭാര്യയാ? ശരി എന്നാ, ഞാൻ ഇറങ്ങിക്കുവാ. ആ ശരി, പിന്നെ കാണാം. നീയാണ് എൻ്റെ എര. കുട്ടിക്കാലം തൊട്ട് തന്നെ ബോളി എല്ലാത്തിലും ഫസ്റ്റ് ആയിരുന്നു, ഞാൻ സെക്കൻഡും. പക്ഷെ ഇത്തവണ ഞാൻ അവനെ ഉറപ്പായിട്ടും തോപ്പിക്കും. ഇത്തവണ അവൻ്റെ ഭാര്യയുടെ മുമ്പിൽ എന്നെ ഫസ്റ്റായിട്ട് കാണുള്ളൂ, അതിലവൻ സെക്കൻഡും. ഹായ് രുദ്ര. നിന്റെ ചേട്ടത്തി എനിക്ക് വേണ്ടി ഗുലാബ് ജാമുൻ ഉണ്ടാക്കി തന്നെ. 2 എക്സ്ട്രാ ഉണ്ടാക്കിയിട്ട് അത് രുദ്രൻ കൊടുക്കാനായിട്ട് പറഞ്ഞു. അതാ ഞാനിങ്ങോട്ട് വന്നേ. എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറ. എടുത്ത ടേസ്റ്റ് ഇപ്പം ഞാൻ എന്തെങ്കിലും സ്വീറ്റ്സ് കഴിക്കണമെന്ന് ആലോചിച്ചിട്ടേ ഉള്ളൂ. എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്ക്. അടിപൊളിയായിട്ടുണ്ടാ. ശരിക്കും ഏടത്തിയുടെ കുക്കിംഗ് അടിപൊളിയാണ്. ഇത്രയും ടേസ്റ്റ് ഈ ലോകത്ത് ഞാൻ വേറെ എവിടെയും കഴിച്ചിട്ടില്ല. സത്യമാണ് ഞാൻ പറയുന്നത്, ഈ ലോകത്തിലെ ഏറ്റവും നല്ല വൈഫിനാണ് ഏട്ടന് കിട്ടിയത്. അതെന്തായാലും ശരി തന്നെയാ. ഐ ആം സോ ലക്കി. ഞാൻ ഒരുപാട് പോയിട്ടുണ്ടെന്ന് അവിടെ പോയി പറയാൻ നിൽക്കണ്ടാട്ടാ. ഇനി എന്നെ എങ്ങാനും തെറ്റിദ്ധരിച്ചാലോ? പുകഴ്ത്തി പറഞ്ഞ ആര് തെറ്റിദ്ധരിക്കാനാ? ശരി, നീ പറഞ്ഞത് കൊണ്ട് വേണമെങ്കിൽ പറയാതിരിക്കാം. അപ്പോൾ ശരിയെന്നാ, ഞാൻ ഇറങ്ങുവാ. നീ കഴിക്ക്. നീ പറയും, തീർച്ചയായിട്ടും പറയും. ഇതിൻ്റെ പരിണതഫലം എന്തായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊരു വേട്ടക്കാരനാ. വേട്ടക്കാരൻ്റെ കാഴ്ച എപ്പോഴും അവൻ്റെ ഇരയുടെ മേത്തായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. നാളെ നിന്റെ ചേട്ടത്തിൻ്റെ ബർത്ത്ഡേയാ. നീ വന്നാൽ എനിക്ക് നിശ്ചയിക്കുന്നത് സന്തോഷമാവും. നീ വരുമോ? തീർച്ചയായിട്ടും വരും, കൺഫേം ആയിട്ട്. ഞാൻ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു എന്ന് ചേച്ചിയോട് പറഞ്ഞേക്ക്. ഓക്കെ, നമുക്ക് നാളെ കാണാം. അപ്പോൾ ബൈ. സോറി മുത്തേ, നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ ആരെയും ക്ഷണിച്ചില്ല. ഒരുപക്ഷെ ക്ഷണിച്ചിരുന്നെങ്കിൽ ബഡ്ജറ്റ് ഒന്നും കയ്യിൽ നിൽക്കത്തില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഞാൻ രുദ്രനെ മാത്രം ക്ഷണിച്ചിട്ടുണ്ട്. അവനെന്താ പറഞ്ഞത്? അവൻ എന്ത് പറയാനാ? ഞാൻ വിളിച്ചവൻ വരാതിരിക്കുമോ ഇങ്ങോട്ട്? അതിന് സാധ്യതയില്ല. അവ നിനക്ക് അഡ്വാൻസ് ബർത്ത്ഡേ വിഷയം ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അവ തന്നെ എപ്പോഴും പൂഴ്ത്തിക്കൊണ്ടേ ഇരിക്കുക. നിശ്ചയെ പോലെ നല്ലൊരു ഭാര്യ കിട്ടിയതിന് ഞാൻ വളരെ ലക്കിയെന്ന് അവൻ പറയുന്നേ. നിന്നെ പോലെ വേറെ ആരും ഇല്ലാത്രേ. വെറുതെ തമാശ പറഞ്ഞായിരിക്കും. ഏയ്, അവൻ എന്തിനാ തമാശയ്ക്ക് വരെന്ന് പറയുന്നേ? നിനക്കൊരു കാര്യം അറിയാവോ? നിന്നെ സ്വർഗത്തിന്റെ ദേവത എന്നാ പറയുന്നേ. ചിലരൊക്കെ ഇങ്ങനെ ഓരോന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇല്ലെന്നേ, അവൻ എന്തിനാ തമാശയ്ക്ക് പൊഴുത്തുന്നേ? എല്ലാം കാര്യമായിട്ട് പറഞ്ഞതാ. പിന്നെ അവൻ പറഞ്ഞതെല്ലാം ശരിക്കും ശരിയാണെന്നാ എനിക്കും തോന്നുന്നേ. നിന്നെ പോലെ മറ്റാരുമില്ല. ഏയ് അല്ല, എന്തോറ്റി? ഒന്നുമില്ല. ഏത് സ്വപ്ന ലോകത്താ നീ? അങ്ങനൊന്നുമില്ല. ശരി, കിടന്നുറങ്ങുന്ന സമയമായി. ഉറങ്ങിക്കോ. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? പിന്നെ എനിക്ക് നിങ്ങളോട് ഭ്രാന്തായി പോവും. ദൈവത്തോട് എനിക്ക് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. നീ എപ്പോഴും ഇങ്ങനെ സുന്ദരിയായിരിക്കണം. മനസ്സ് സുന്ദരമായിരിക്കണം, മുഖവും സുന്ദരമായിരിക്കണം.
അതൊക്കെ പോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട് എവിടെ? കാണുന്നില്ല. വരാമെന്നാ പറഞ്ഞേ, പക്ഷെ ഇവിടെ പോയെന്ന് അറിയില്ല. എന്തെങ്കിലും ജോലിയോ മീറ്റിംഗോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്താ ഇത്, ഇവിടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആരും വന്നില്ലേ? വിളിക്കാമായിരുന്നെങ്കിൽ എല്ലാവരെയും വിളിക്കാമായിരുന്നോ, പക്ഷെ ഞങ്ങളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പിന്നെ നീയും ലേറ്റായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഒരുപാട് ലേറ്റ് ആയി. ആക്ച്വലി കുറച്ച് ജോലി ഉണ്ടായിരുന്നു. എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? ചേട്ടത്തേക്ക് വിഷയൊന്നുമില്ലേ? ചേച്ചി. പോയി വിഷയ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഞാൻ കഴിക്കാൻ എടുക്കാം. ഓക്കെ ഷോ. എന്താ ഇത്രയും താമസിച്ചേ? കുറച്ച് പണി ഉണ്ടായിരുന്നേ. അങ്ങനെ എന്താ ഇത്ര ജോലി? നീ വന്നേ പറ്റുമെന്ന് പറഞ്ഞതല്ലേ, എന്നാണ് നീ താമസിച്ചാ വന്നിരിക്കുന്നത്? എങ്ങോട്ടിൽ ഇറങ്ങാണ്ടെങ്കിൽ ആ സമയത്തായിരിക്കും ജോലി വരിക. അതും ശരി തന്നെ. എനിക്ക് ഉറപ്പാണ് എൻ്റെ കോസ്റ്റ്ലി ഗിഫ്റ്റ് നിന്റെ ഉറക്കം കെടുത്തും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ആരാത്? നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് എങ്ങനെ എന്നെ മനസ്സിലായി? എൻ്റെ മനസ്സ് വെച്ച് തന്നെ. മനസ്സിൽ ആരോടാണോ സ്നേഹമുള്ളത് ഒരു കൂട്ടം ആളുകളുടെ ഇടയ്ക്കൊന്നും എത്ര പേര് മറച്ചു വെച്ചാലും കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയൊന്നും സംസാരിക്കരുത് രുദ്ര. എൻ്റെ കല്യാണം കഴിഞ്ഞതാ. ഞാൻ മറ്റൊരാളുടെ ഭാര്യയാ. ഇത്രയും കോസ്റ്റ്ലി ഗിഫ്റ്റ് തരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇതിൽ കോസ്റ്റ്ലി എന്തിരിക്കുന്നു, ചീപ്പ് എന്തിരിക്കുന്നു? സമ്മാനം തരുന്നവരുടെ മനസ്സ് മാത്രം കണ്ടാൽ മതി, വില നോക്കാൻ പാടില്ല. എന്തൊക്കെയായാലും എനിക്കിതിൻ്റെ ആവശ്യമില്ല. നിങ്ങളിത് തിരിച്ചു മേടിക്കണം. എന്നെ ഹേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എടുത്തോളാം. പ്ലീസ് രുദ്ര, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. ഞാൻ കല്യാണം കഴിച്ചവളാ. ഈ കാര്യം ഞാൻ മോളിക്കിനോട് പറഞ്ഞിട്ട് പോലുമില്ല. അവൻ നിന്നെക്കുറിച്ച് എന്താ കരുതെന്ന് എനിക്കറിയില്ല. എന്നെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കുന്നുണ്ടെന്ന് ആലോചിക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ, നീ ഇതെനിക്ക് തിരിച്ചു തന്നാ പിന്നെ ഞാൻ നിന്നെ ഒരിക്കലും തിരിഞ്ഞു നോക്കില്ല. ഇങ്ങനെയൊന്നും ചെയ്യരുത് രുദ്ര. നിന്നെ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുക. നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ എൻ്റെ അവസ്ഥ നീ മനസ്സിലാക്കണം. ഞാനൊരു ബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുക. എനിക്ക് നിന്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആ ബന്ധം മുറിച്ചുകളാ. പ്രണയത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. എന്നെ ബലഹീനയാക്കരുത് രുദ്ര. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട എന്നെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നത്. നിന്നെ എത്രത്തോളം വേദനിക്കുന്നത്? നിന്നെ നീ തന്നെ ഇങ്ങനെ തടഞ്ഞു വെക്കല്ലേ. നടക്കുന്നത് നടക്കാൻ അനുവദിക്കേ. വെയിറ്റ്. കം. നിന്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ആഹാ, അവളുടെ അമ്മയ്ക്ക് തീരെ സുഖമില്ലേ? അതെ, ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ്. ഇടയ്ക്ക് നമ്മൾ സോഷ്യൽ വർക്കൊക്കെ ചെയ്യണമല്ലോ. ശരി വിട്, അതൊന്നും നിനക്ക് മനസ്സിലാവില്ല. എടാ, അതെങ്ങനെയാ? എനിക്കെല്ലാം മനസ്സിലാവും. എനിക്കെന്താ അത്രയ്ക്ക് പോലും ബുദ്ധിയില്ലേ? ആ സാർ. ഓക്കെ സാർ, ഇപ്പം തന്നെ വന്നേക്കാം. ശരി, ഓക്കെ, പിന്നെ കാണാം. ബൈ. ഓക്കെ, ബൈ.
നിന്നെ ഇന്ന് ഞാൻ നമ്പർ 2 ആക്കി മാറ്റിയിടാം മോളിക്. ഇപ്പോൾ നിന്റെ ഭാര്യയ്ക്ക് നമ്പർ 1 ഞാനാണ്. ആ. ഹലോ, ഹലോ, എവിടെയുള്ളത്? വീട്ടിൽ. ഇന്നലെ മോളിക്ക് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോ നിങ്ങളുടെ നമ്പർ ഞാൻ ഫോണിൽ നിന്ന് എടുത്തു. നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിക്കില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ച. ആക്ച്വലി എൻ്റെ അടുത്തും നിന്റെ നമ്പർ ഇല്ലായിരുന്നു. ഞാൻ എങ്ങനെ കോൾ ചെയ്യാനാ? ദേ നോക്ക്, എനിക്കെന്തോ പേടിയാവുന്നു. ഇന്നലെ ഓഫീസിൽ വെച്ച് മോളിക്കിന് എന്നെ മനസ്സിലായി കാണുമോ? അവന് സംശയം തോന്നിയിട്ടുണ്ടാവോ? അതിന് സാധ്യതയുണ്ട്. പക്ഷേ പ്രണയിച്ചതിന് ശേഷം എന്തിനാണ് പേടിക്കുന്നത്? എന്ത് കിടന്നാലും നോക്കാന്നേ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു പേടിയും ഉണ്ടാവില്ല. ആ പിന്നെ ഞാൻ വീട്ടിലിപ്പോൾ ഒറ്റയ്ക്കാ. വരുന്നോ ഇങ്ങോട്ട്? ഞാൻ ഓഫീസിലേക്ക് പോവായിരുന്നു. പക്ഷേ ഓക്കെ, ഇനി ഞാൻ പോകുന്നില്ല. ഇപ്പം ഞാൻ വരാം. ശരി, ഞാൻ വെയിറ്റ് ചെയ്യണം. ഓക്കെ. എന്തു പറ്റി? നല്ല ടെൻഷനിലാണല്ലോ നീ. ഏയ്, അങ്ങനെയൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങളെന്താ ഓഫീസിൽ നിന്ന് ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നത്? പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ ആണെന്നോ? എല്ലാം ഓക്കെയാ. ഒരു ഫയൽ മറന്നുപോയി, അതെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നേ. ആ ശരി. ഹലോ, മാലിക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ അവസ്ഥ എന്താണോ അത് തന്നെ എൻ്റെ. മാലിക്ക് വരുന്നെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ വിളിക്കാം. വയ്ക്കുക. നിങ്ങൾക്ക് ഫയൽ കിട്ടിയോ? ഫയലൊക്കെ കിട്ടി. എന്തു പറ്റി? ആരോടാ സംസാരിച്ചുകൊണ്ടിരുന്നത്? അതെൻ്റെ കൂട്ടുകാരിയാ റാക്കി. അവളോട് സംസാരിച്ച്. ഞാൻ ചായ എടുക്കട്ടെ? വേണ്ട വേണ്ട, എന്തോ കാര്യത്തിൽ ബിസി ആയിരുന്നില്ലേ, അത് തന്നെ ചെയ്. ഞാനെന്താ ചെയ്ത്? വെറുതെ പൊട്ടനാക്കരുത്. പേടിക്കണ്ട, ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതാ. അതെയോ? എന്തിനാ പേടിക്കുന്നേ? ഞാനെന്തിനു പേടിക്കണം? എന്നാ പിന്നെ ഞാൻ പോവാ. ശരി, ബൈ. ടേക്ക് കെയർ. യു ടു. ഇനി എനിക്ക് നിങ്ങളെ വിട്ടിരിക്കാൻ പറ്റില്ല. ഓരോ സെക്കൻഡ് നിങ്ങളെ കാണാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഏതായാലും നന്നായി മോളിക്ക് പോയല്ലോ, അല്ലെങ്കിൽ ഇന്ന് നിങ്ങളെ കാണാൻ പറ്റില്ലായിരുന്നു. ഇങ്ങോട്ട് നോക്ക്, ഞാനും നിന്റെ അതേ അവസ്ഥയിലാണ് ഉള്ളത്. ശരി, ഞാൻ പോവാ. ബോഡി ചിലപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ടാവും. ശരി.
നിങ്ങൾ വീട്ടിലുണ്ടെന്നാ രുദ്ര കരുതിയെ. അതുകൊണ്ട് നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ. ഒരു പ്രശ്നമല്ല, ഇരിക്കെ. എന്താ കാര്യം രുദ്ര? ഇന്ന് ഓഫീസിൽ വന്നില്ലല്ലോ. ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു, ഒരു കോൾ പോലും നീ അറ്റൻഡ് ചെയ്തില്ല. അത് പിന്നെ ശരി, അതൊക്കെ അവിടെ നീ ഒന്നും പറയേണ്ട കാര്യമില്ല. എനിക്കെല്ലാം മനസ്സിലായി. നീ നിന്റെ സോഷ്യൽ വർക്കിൽ ഒരുപാട് ബിസി ആയിരുന്നിരിക്കും, ശരിയല്ലേ? എൻ്റെ വീട്ടിലേക്ക് വന്നതും വളരെ നല്ലൊരു കാര്യമാണ്. നിനക്ക് സ്വീറ്റ്സ് ഒക്കെ ഇഷ്ടമല്ലേ? അല്ലേ? ഞാൻ നിനക്ക് വേണ്ടി സ്വീറ്റ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. രണ്ടുപേരും കഴിക്കില്ലേ? ഒരു ബിസ്ക്കറ്റിൽ ആരംഭിച്ച നമ്മുടെ സൗഹൃദം ഒരു ബിസ്ക്കറ്റ് കൊണ്ട് തന്നെ തീരട്ടെ. കഴിക്ക്, എടുക്ക്. ഇതാ, നീയും കഴിക്കേ. എന്തിനാ? ആ, നല്ലത് തന്നെ, എടുത്ത് കഴിക്കേ. നിങ്ങൾ കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചിട്ടാ വന്നേ. തൊണ്ട നീറുന്നല്ലോ. നീ ഇതിലെന്താ കലർത്തിയേ? അത് തന്നെയാ, നിങ്ങൾ എനിക്ക് തന്നില്ലേ, അത് തന്നെ. വിഷം. നിങ്ങളെൻ്റെ ജീവിതത്തിലെ വിഷം കലക്കിയത്. ഞാൻ നിങ്ങളുടെ ഭക്ഷണത്തിന് വിഷം കലർത്തി. ഞാൻ ചെയ്തത് ശരി തന്നെയല്ലേ ബേബി? അല്ലേ? എല്ലാം കറക്റ്റ് തന്നെയല്ലേ? ഞാൻ ചെയ്തത് ശരി തന്നെയല്ലേ? അല്ലേ? പറടാ, ഞാൻ ചെയ്തത് ശരി തന്നെയല്ലേ? പിന്നെ മുത്തേ, നീ എന്താ വിചാരിച്ചേ? നീ മുഖം മറച്ചുകൊണ്ട് എൻ്റെ ഓഫീസിലേക്ക് വന്നാ എനിക്കെന്താ കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് കരുതിയോ നീ? നിനക്കറിയാലോ ഞാൻ നിന്നെ എന്തുമാത്രം പ്രേമിക്കുന്നുണ്ടെന്ന്. കണ്ണടഞ്ഞിരുന്നാലും നീ എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയാൻ സാധിക്കും. ശരിയല്ലേ മുത്തേ? എനിക്കിതിനെ ഒരുപാട് ഇഷ്ടമാണ്. നിന്റെ കണ്ണ് കണ്ടപ്പോഴേ എനിക്കിത് നീയാണെന്ന് മനസ്സിലായതാ. എനിക്കിതിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു മുത്തേ. ഞാനും നീയും കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് ഒരുപാട് പ്ലാൻ ചെയ്തതാ. പക്ഷെ നീ എന്താ ചെയ്തേ? എന്നെ വഞ്ചിച്ചു. ഒരാൾ മറ്റൊരാളെ പ്രേമിക്കുമ്പോൾ അവൻ ആ പ്രേമം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ആ മനുഷ്യൻ മുഴുവനായിട്ടും തകർന്നു പോകും. അങ്ങനെയാ ഞാനും തകർന്നത്. എന്തിനു വേണ്ടി നീ ഇത്രയും വലിയൊരു ചതി എന്നോട് ചെയ്തത്? എന്റെ ജീവിതം തന്നെ നശിപ്പിച്ചു കളഞ്ഞല്ലോ. ഞാൻ നിന്നെ എൻ്റെ അനിയനെ പോലെയല്ലടാ കണ്ടത്. ആ നീ എന്നോട് ഇത്രയും വലിയൊരു ചതി ചെയ്യണമായിരുന്നോ? എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. എന്റെ ജീവിതം എല്ലാം നശിപ്പിച്ചു. നിഷ,